وهذا صراط ربك مستقيما قد فصلنا الآيات لقوم يذكرون لهم دار السلام عند ربهم وهو وليهم بما كانوا يعملون. വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിന്റെ 69-ാമത് ക്ലാസ്സിൽ 126-ാമത് ആയത്താണ് ഇന്ന് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. വഹാദാ സിറാത്തു റബ്ബിക മുസ്തഖീമാ ഖദ് ഫസ്സൽനൽ ആയാതി ലിഖൗമി യദ്ദക്കറൂൻ ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹിം വഹുവ വലിയ്യുഹും ബിമാ കാനൂ യഅമലൂൻ. രണ്ട് ചെറിയ ആയത്തുകൾ. വഹാദാ സിറാത്തു റബ്ബിക മുസ്തഖീമ. വഹാദ ഇത്, സിറാത്തുൻ മാർഗമാണ്, റബ്ബിക നിന്റെ റബ്ബിന്റെ മാർഗമാണ്. വെറും മാർഗമല്ല, നേരായ മാർഗം, നേരായ വഴി, വളവില്ലാത്ത, എത്രയും വേഗതയിൽ പോകാൻ സാധിക്കുന്ന, ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും നേരിടാതെ നേരെ പോകാൻ പറ്റാവുന്ന ഒരു സിറാത്ത് ആണ്, ഒരു വഴിയാണ്, ഒരു പാലമാണ്, ഒരു മാർഗമാണ് ഇത്. മുസ്തഖീമായിട്ടുള്ള, നേരായിട്ടുള്ള സിറാത്താണ്. സിറാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ നേരെ ചൊവ്വയുള്ള വഴി എന്നാണ് അതിന്റെ അർത്ഥം. മുസ്തഖീമ, ഇസ്തിഖാമത്ത്, ഖാമ എന്നൊക്കെ പറയുമ്പോ ഒരു തരത്തിലുള്ള വളവും തിരിവുമില്ലാത്ത നേരെയുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം. ഖദ് ഫസ്സൽനൽ ആയാതി ലിഖൗമി യദ്ദക്കറൂൻ. പ്രവാചകരെ, നിങ്ങളുടെ മുമ്പിലുള്ള ഈ മാർഗം, ഈ ദീൻ എന്ന് പറയുന്നത് അത് ഏറ്റവും ശരിയായ നേരായ മാർഗമാണ്. ഖദ് ഫസ്സൽനൽ ആയാതി ലിഖൗമി യദ്ദക്കറൂൻ. നാം നമ്മുടെ ആയാത്തുൻ, അൽ ബറാഹീൻ എന്നാണ് വാക്കിന്റെ അർത്ഥം, തെളിവുകൾ. സാധാരണ നമ്മൾ ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ എന്നൊക്കെ പറയുന്ന അൽ ആയാത്ത്, ഇതാ കൃത്യമായി ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങളും തെളിവുകളും. ഫസ്സൽന, ഫസ്സല വിശദീകരിച്ചു തരുന്നു, ഫസ്സൽന നാം വിശദീകരിച്ച് തന്നിരിക്കുന്നു, വിശദീകരിച്ചിരിക്കുന്നു. ലിഖൗമിൻ ഒരു ജനതക്ക്, ജനങ്ങൾക്ക്, യദ്ദക്കറൂൻ ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്ന, യദ്ദക്കറ ദിക്റുൻ ദക്കറ യദ്ദക്കറ യദ്ദക്കറൂൻ അവർ ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഈ ആയത്തുകൾ നാം കൃത്യമായി വിശദീകരിച്ച് തന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ എന്ത് മനസ്സിലായി? നാം അനുഷ്ഠിക്കുന്ന ആചാരങ്ങൾ, നാം വിശ്വസിക്കുന്ന വിശ്വാസങ്ങൾ, നമ്മുടെ ദീൻ എന്ന് പറയുന്നത് അത് ഏറ്റവും ചൊവ്വായ മാർഗമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു കാര്യമായിട്ടാണ് അള്ളാഹു ഈ ആയത്ത് നമ്മളെ കേൾപ്പിക്കുന്നത്. അടുത്ത ആയത്ത് 127-ാമത്തെ ആയത്ത്. ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹിം. ഇങ്ങനെ ശരിയായ വഴിയിലൂടെ ജീവിച്ചു പോന്ന ആളുകൾക്ക് അവർക്ക് ദാറുസ്സലാം ഉണ്ട്. ദാറുസ്സലാം, ദാറുൽ ഭവനം, വീട്, അസ്സലാം സമാധാനം. അവർക്ക് സമാധാനത്തിന്റെ വീട് ഉണ്ട്, സമാധാനത്തിന്റെ ഭവനം ഉണ്ട്. ഒരിക്കലും അവരെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ള അസമാധാനത്തിൻ്റെതായ ഒരു കാര്യവും ഉണ്ടാവില്ല ആ വീട്ടിൽ, ആ ഭവനത്തിൽ. അങ്ങനെയുള്ള പ്രൗഢഗംഭീരമായ ഒരു വീട് അവർക്കുണ്ട്. ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ അടുക്കലാണ് ആ വീടുള്ളത്. റബ്ബാണ് ആ വീട് ഉണ്ടാക്കിയിരിക്കുന്നത്. റബ്ബാണ് ആ വീട്ടിലേക്ക് ആവശ്യമായ ഓരോ സംഗതികളും ഏർപ്പാട് ചെയ്യുന്നത്. അവിടെ കിടന്നുറങ്ങാൻ ആവശ്യമായ കാര്യങ്ങൾ,
ഭക്ഷണം കഴിക്കാൻ ആവശ്യമായ സംഗതികൾ ഒക്കെ ആ വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുന്നത്, ആ വീട്ടിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ രക്ഷിതാവാണ്. അങ്ങനെയുള്ള ഒരു ദാറുസ്സലാമിൽ, സമാധാനത്തിന്റെ വീട്, ഇങ്ങനെ നേരെ ചൊവ്വേ കൃത്യമായ വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അവർക്ക് ഒന്നും ഭയപ്പെടാനില്ല. സമാധാനമാണ്, ദാറുസ്സലാമാണ്, അസ്സലാം, സമാധാനത്തിന്റെ വീടാണ് അവർക്ക് ലഭിക്കുന്നത്. വഹുവ വലിയുഹും, അതോടൊപ്പം തന്നെ വേറൊരു വലിയ അനുഗ്രഹം കൂടെ ഉള്ളത്, ആ രക്ഷിതാവ് അവരുടെ വലിയും കൂടി ആയിരിക്കും. വലിയുൻ, രക്ഷാധികാരി. ആ രക്ഷിതാവാണ് അവരുടെ രക്ഷാധികാരിയായിട്ടുള്ളത്. റബ്ബാണ്, രക്ഷിതാവാണ്, രക്ഷാധികാരിയായി വലിയ ആയിട്ട് ഉള്ളത്. അപ്പോ ദാറുസ്സലാമിൽ കഴിയുന്നു, സമാധാനത്തിന്റെ വീടാണ്. ഒന്നുകൊണ്ടും പ്രയാസപ്പെടേണ്ടതില്ല. ആ വീട്ടിൽ കയറിക്കൂടാൻ സാധിച്ചാൽ അതോടൊപ്പം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ പ്രയാസങ്ങളോ ഒന്നും വരാതെ കാത്തു സൂക്ഷിക്കാൻ ആരുണ്ട് അവിടെ രക്ഷാധികാരിയായിട്ട്? രക്ഷാധികാരിയായി അവർക്കുള്ളത് അവരുടെ റബ്ബ് തന്നെയാണ് എന്നാണ്. വഹുവ വലിയുഹും, അവനാണ് അവരുടെ വലിയ ആയിട്ടുള്ളത്. വേറെ വലിയുകളുടെ ആവശ്യമില്ല. ഇവിടെ നിന്ന് വേറെ ഏതെങ്കിലും വലിയുകളെ കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ സ്വർഗത്തിൽ അവരുടെ കൂട്ടാളിയായി കൂട്ടേണ്ട കാര്യമൊന്നും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കില്ല. റബ്ബ് തന്നെയുണ്ട് അവരുടെ വലിയ ആയിട്ട്. പിന്നെന്തിന് വേറെ വലിയുകളും ഔലിയാക്കന്മാരുമൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആവശ്യമില്ലല്ലോ. ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചിരുന്നതിന്റെ ഫലമത്രേ അത്. എന്തുകൊണ്ടാണ് ദാറുസ്സലാം കിട്ടിയത്? എന്തുകൊണ്ടാണ് അള്ളാഹു അവരുടെ വലിയായി തീരുന്നത്? അവർ പ്രവർത്തിച്ചിരുന്നതിന്റെ ഫലമായിട്ടാണ്. എന്താണ് അവർ പ്രവർത്തിച്ചത്? സിറാത്തുൻ മുസ്തഖീമിലൂടെ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നവർ പ്രാർത്ഥിച്ചു. എന്നിട്ട് ആ സിറാത്തുൽ മുസ്തഖീമിൽ നിന്നുകൊണ്ട്, നേരായ വഴിയിൽ നിന്നുകൊണ്ട് നേരായ കർമ്മങ്ങൾ ചെയ്തു. അതുകൊണ്ടാണ് അവർക്ക് ഈ ദാറുസ്സലാമിൽ എത്തിച്ചേരാൻ സാധിച്ചത് എന്നാണ് അള്ളാഹു ഇവിടെ കേൾപ്പിക്കുന്നത്. ആ രണ്ടായത്തുകൾ ഒന്നുകൂടെ ഓതി നോക്കൂ. വഹാദാ സിറാത്തു റബ്ബിക മുസ്തഖീമാ ഖദ് ഫസ്സൽനൽ ആയാതി ലിഖൗമി യദ്ദക്കറൂൻ ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹിം വഹുവ വലിയ്യുഹും ബിമാ കാനൂ യഅമലൂൻ. ശരി, ചെറിയ ഒന്ന് രണ്ട് വിശദീകരണങ്ങളിലേക്ക് പോകാം. സിറാത്ത് എന്നത് നമ്മൾ പറഞ്ഞു നേരായ പാതക്ക് പറയുന്ന പേരാണ്. അതിന്റെ കൂടെ മുസ്തഖീം എന്ന് പറയുമ്പോ കൃത്യമായത്, യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളില്ലാത്ത, വളവില്ലാത്ത, പിന്നെ അതേപോലെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്ത കൃത്യമായ വഴിയാണ് ഈ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്ന്. നേരായ പാത ഏറ്റവും ചെറുതായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും, അതേപോലെ നേരിട്ടുള്ളതുമായിരിക്കുമല്ലോ. അപ്പോ ഏറ്റവും ചെറുതും ഏറ്റവും നേരിട്ടുള്ളതുമായ ഒരു വഴിയാണിത്. അപ്പൊ അതിനിടയ്ക്ക് എവിടെയെങ്കിലും വഴി മുട്ടിപ്പോകുന്ന, വഴി തടസ്സപ്പെട്ടു പോകുന്ന ഒരു സംഭവം ഉണ്ടാകില്ല. അതേപോലെ ഈ നേരായ പാതയിലൂടെ സഞ്ചരിച്ചാൽ രക്ഷിതാവിന്റെ സാമീപ്യം നേടാൻ സാധിക്കും. അതിനിടയ്ക്ക് മറ്റ് ഇടയാളന്മാരെയോ മറ്റേതെങ്കിലും വലിയുകളെയോ ഒന്നും അവിടെ ഇടത്തട്ടുകാരായി, ഇടയാളന്മാരായി സ്വീകരിക്കേണ്ട ആവശ്യം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം എന്താ? ഈ വഴി ഒരുക്കിയത് ആരാന്നറിയോ? ഈ റോഡ് വെട്ടിയത് ആരാണ്? ഈ വഴി ഉണ്ടാക്കിയത് ആരാണ്? അവരുടെ രക്ഷിതാവാണ് ഈ വഴി ഉണ്ടാക്കിയിരിക്കുന്നത്. വളവും തിരിവും ഗർത്തങ്ങളും കയറ്റവും ഇറക്കവും ഇല്ലാതെ നേരെയുള്ള ഒരു പാതക്കാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് അള്ളാഹു നമ്മളോട് നമ്മുടെ ദീനിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട്, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെടുമ്പോ അള്ളാഹു നമ്മളോട് പറയുന്നത് എന്നാ സൂചിപ്പിച്ചത്. എന്നാൽ ഈ വഴിയിൽ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന്
നമ്മളെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് ശക്തികൾ നിരന്തരമായി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇബ്ലീസ്. ആ ഇബ്ലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയായി തന്നെ അള്ളാഹു നമ്മളെ കേൾപ്പിച്ചിരിക്കുന്നത്, അവൻ പറഞ്ഞത് ഖാല ഫബിമാ അഗ്വൈതനി ലഅഖുദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം. നീ എന്നെ ഈ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയല്ലോ, അങ്ങനെയുള്ള നീ എന്നെ വഴിപേൽപ്പിച്ചതിനാൽ നിന്റെ നേരായ പാതയിൽ നിന്ന് മനുഷ്യർ അവർ ആ പാതയിൽ പ്രവേശിക്കുന്നത് തടയാൻ ഞാൻ കാത്തിരിക്കും എന്ന് ഇബ്ലീസ് അള്ളാഹുവിനോട് പറയുന്നുണ്ട് എന്നാണ്. അപ്പോ നമ്മൾ പോകുന്ന ശരിയായ വഴിയിൽ നിന്ന് എങ്ങനെ നമ്മളെ തെറ്റിക്കാമെന്ന് പിശാച് നിരന്തരമായി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഫലമായി അങ്ങനെ പിശാച് വഴി തെറ്റിച്ചതിന്റെ ഫലമായി ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറത്തി, ആ പരലോകത്തിൽ കൃത്യമായി വിശ്വാസമില്ലാത്ത ആളുകൾ അനിസ്സിറാത്തി ലനാകിബൂൻ. സൂറത്തുൽ മുഅ്മിനൂൻ 74-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, പരലോകത്തിൽ വിശ്വസിക്കാത്തവർ ആ പാതയിൽ നിന്ന് തെറ്റിപ്പോകുന്നവരാണ്. അപ്പൊ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിപ്പോകുന്ന ആളുകൾ പരലോകത്തിൽ കൃത്യമായി വിശ്വാസമില്ലാത്ത ആളുകളാണ്. പരലോകമുണ്ട് എന്ന് വിശ്വസിച്ചേക്കാം, പക്ഷേ ആ പരലോകത്തിലെ രക്ഷാശിക്ഷകളെ സംബന്ധിച്ച് കൃത്യമായ ധാരണ അവർക്കില്ല. ആരെങ്കിലുമൊക്കെ വന്ന് എന്നെ രക്ഷിച്ചേക്കാം. ഈ ലോകത്ത് പല വിധത്തിലും കഷ്ടപ്പെട്ട് ജീവിച്ച് പിന്നീട് രക്ഷപ്പെടുന്നത് പോലെ എങ്ങനെയെങ്കിലും ഞാൻ പരലോകത്ത് മറ്റാരുടെയെങ്കിലും ശുപാർശ കൊണ്ടോ അല്ലെങ്കിൽ വാസ്ത കൊണ്ടോ അവരുടെ മറ്റേതെങ്കിലും തരത്തിലുള്ള അവരുടെ സഹായം കൊണ്ടോ ഒക്കെ പരലോകത്ത് രക്ഷപ്പെട്ടേക്കാം എന്നൊക്കെ തരത്തിൽ ആളുകൾ വിശ്വസിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒന്നില്ല. കൃത്യമായ സിറാത്തുൽ മുസ്തഖീം, ആ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് വഴി തെറ്റാതെ പിശാചിന് വശംവദരാകാതെ ജീവിക്കേണ്ടത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ് എന്ന് ഓർക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ എന്തൊക്കെ തരത്തിലുള്ള ആചാരങ്ങളും ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയാണ് നിരന്തരമായി നമ്മുടെ സമൂഹത്തിലേക്ക് പിശാച് കൊണ്ടിരിക്കുന്നത് എന്ന് നോക്കൂ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ലാത്ത ഈ ഒരു ومن الجفاء للنبي صلى الله عليه وسلم التهيؤ لبدعة المولد وللبدع التي لا دليل عليها والتقصير في اتباع السنة النبوية. قال تعالى: قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. وقد حط الرحال مع السابقين الأولين من المهاجرين والأنصار قوم لم يسمعوا حتى بالمولد ففازوا باتباع السنن النبوية والعمل بها ومجانبة البدع كلها. قال تعالى: وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. ഇവിടെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. സഹാബത്തിന്റെ മുഹാജിറുകളും അൻസാറുകളും ഉത്തമ നൂറ്റാണ്ടുകളിലുള്ള ആളുകൾ ആരും കേട്ടിട്ട് പോലും ഇല്ലാത്ത, അവർ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അവരിങ്ങനെ ഒരു മൗലിദുൻ നബി ആഘോഷത്തെ സംബന്ധിച്ച്, ഒരു മീലാദുൻ നബി ആഘോഷത്തെ സംബന്ധിച്ച് കേട്ടിട്ട് പോലുമില്ല. അങ്ങനെ എത്രയെത്ര സഹാബത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചുകൊണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിനൊക്കെ വിപരീതമായിട്ടാണല്ലോ ഇന്നുള്ള ഈ ജനങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന പേരിലൊക്കെ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ കൊണ്ടുവരുന്നത് എന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. ഇവിടങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൃത്യമായി പടച്ചവന്റെ അവൻ പഠിപ്പിച്ചു തന്ന സിറാത്തുൽ മുസ്തഖീമിലൂടെ പോകുന്നത് തീരെ ഇഷ്ടമില്ലാത്ത ഇബ്ലീസാണ് ഇത്തരത്തിലുള്ള ആചാരങ്ങൾ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഇത്തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകൾക്ക് സമൂഹത്തിൽ ഇടം നൽകുന്നത് എന്ന് മനസ്സിലാക്കുന്ന ഒരു വിഷയം, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇവിടെ അടുത്ത ആയത്തിലേക്ക് നമ്മൾ വരുമ്പോ, ഇങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൃത്യമായി അമലുകൾ ചെയ്തുകൊണ്ട്
സിറാത്തുൽ മുസ്തഖീമിൽ ജീവിച്ച ആളുകൾക്ക് ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം, അവർക്ക് രക്ഷിതാവിന്റെ അടുക്കൽ സമാധാനത്തിന്റെ ഭവനമുണ്ട് എന്നാണ്. നമുക്കിവിടെ സമാധാനം ആവശ്യമാണ്. നാളെ പരലോകത്ത് ആ സമാധാനം നമുക്കൊരിക്കലും നഷ്ടപ്പെട്ടുകൂടാ. ക്ഷമയോടെയും സഹിഷ്ണുതയോടെ ഐക്യത്തോടെ ഒക്കെ മുന്നോട്ട് വന്ന ആളുകൾക്ക്, ഈ നിലക്ക് സിറാത്തുൽ മുസ്തഖീമിലൂടെ മുന്നോട്ട് വന്ന ആളുകൾക്ക് സന്തോഷ വാർത്തയാണ് അള്ളാഹു അറിയിക്കുന്നത്. എന്താണത്? ദാറുസ്സലാം, അവർക്ക് സമാധാനത്തിന്റെ ഭവനമുണ്ട് എന്ന്. സൂറത്തുൽ മുഅ്മിനൂൻ 10-11 ആയത്തുകൾ ശ്രദ്ധിച്ചു നോക്കൂ. ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. ആ സ്വർഗത്തിന്റെ ആളുകൾ എന്ന് മാത്രമല്ല, ആ സ്വർഗം അവർ അനന്തരമെടുക്കാൻ സാധിക്കുന്നവരാണ്, വാരിസീങ്ങളാണവർ. അല്ലദീന യരിസൂനൽ ഫിർദൗസ, അവരെന്താണ് അനന്തരമെടുക്കുന്നത്? അവർ അനന്തരമെടുക്കുന്നത് അൽ ഫിർദൗസ് ആണ്. സ്വർഗത്തിലെ ഏറ്റവും സമുന്നതമായ പദവികളാണ്, സമുന്നതമായ സ്ഥാനമാനങ്ങളാണ് സ്വർഗത്തിൽ അവർ അവരുടെ അവകാശമായി പതിച്ച് എടുക്കുന്നത്, അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് എന്ന് മാത്രമാണ്. ഈ വീട് അവർക്ക് മാത്രമുള്ളതാണ്, മറ്റാർക്കും വേണ്ടിയുള്ളതല്ല. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവർക്ക് മാത്രമായി, ലഹും, അവർക്കുള്ളതാണ്. ദാറുസ്സലാം ലഹും എന്ന് പറയുമ്പോ ഈ പറഞ്ഞ ആളുകൾക്ക് മാത്രമുള്ളതാണ് ഈ ദാറുസ്സലാം, സമാധാനത്തിന്റെ ഭവനമെന്നാണ്. ഈ ലോകത്തെ വീടും സന്തോഷവും നിലനിൽക്കെ നമുക്കത് നഷ്ടപ്പെടാം, അല്ലെങ്കിൽ അതിലുള്ളത് നമുക്ക് അതിലുള്ള സൗകര്യങ്ങൾ പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോകാം. നമ്മള് സമാധാനത്തിന് വേണ്ടിയാണ് സക്കന് എന്ന് പറയുന്ന, സമാധാനം എന്ന പറയുന്ന പേരുള്ള വീടുകൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ആ സക്കനുകളിലുള്ള സമാധാനം, സന്തോഷവുമൊക്കെ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകാം. വീടുണ്ട് എന്നിട്ടും സമാധാനം നഷ്ടപ്പെടാം, സന്തോഷം നഷ്ടപ്പെടാം. അല്ലെങ്കിൽ ആ വീട് തന്നെ, ആ വീട് നിൽക്കുന്ന സ്ഥലവും വീടും എല്ലാം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ഇവിടെ ലഹും ദാറുസ്സലാം, എന്നേക്കുമായി നിലനിൽക്കുന്ന സമാധാനത്തിന്റെ ഭവനമാണ് അവർക്കുള്ളത് എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശ്വാസികൾക്ക് ഈ ലോകത്ത് എല്ലായ്പ്പോഴും സലാം ഉണ്ടാകുമോ? എല്ലാ സമയത്തും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സമാധാനമുണ്ടാകുമോ? ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മറ്റുള്ളവർ നമ്മളെ പലതരത്തിലും എതിർക്കുകയും നമ്മോട് ശത്രുത പുലർത്തുകയും ചെയ്തേക്കാം. രോഗത്തിൻ്റെതായ പല വിഷമങ്ങളും നമ്മളെ തേടിയെത്താനുള്ള സാധ്യതകളുണ്ട്. ശത്രുക്കൾ ഉണ്ടാക്കുന്ന കഷ്ടതകളും ദുരിതങ്ങളുമൊക്കെ നമ്മളെ തേടിയെത്താനുള്ള അവസരങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് പരലോകത്തെ വീടിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അത് സുരക്ഷിതമാണ്, അത് സമാധാനമാണ് എന്ന് പ്രത്യേകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ ആ സമാധാനവും ആ ദുരിതവും നഷ്ടപ്പെടുത്തുന്ന ഒന്നും തന്നെ സ്വർഗലോകത്തില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ ഒരിക്കലും നശിക്കാത്ത ആരോഗ്യമാണ്, ഒരിക്കലും തീർന്നു പോകാത്ത അനുഗ്രഹങ്ങളാണ്, ഒരിക്കലും മങ്ങിപ്പോകാത്ത വെളിച്ചമാണ്, എല്ലാ നിലക്കും ഉള്ള അനുഗ്രഹങ്ങളാണ് ആ സ്വർഗലോകത്തുള്ളത് എന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോ ഈ ദാറുസ്സലാം ഏറെ പ്രാധാന്യം അർഹിക്കുന്നു എന്നാണ്. ദാറുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വീട് എന്നാണ് അതിന്റെ അർത്ഥം. ഒരു ഹദീസിൽ വന്ന ഒരു സംഭവമുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു ഖാല, അദ്ദേഹം പറയാണ്, ജാഅത് മലായികത്തുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ നായിമുൻ. മലക്കുകൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങിക്കിടക്കുന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരിക. ഫഖാലു മസലുഹു കമസലി റജുലിൻ ബനാ ദാറൻ. ഈ പ്രവാചകന്റെ ഉദാഹരണം ഒരാളെ പോലെയാണ്. അദ്ദേഹം ഒരു ഭംഗിയുള്ള വീട് ഉണ്ടാക്കി, വജഅല ഫീഹാ മഅദുബതൻ, എന്നിട്ട് അവിടെ സദ്യ ഒരുക്കിയിട്ട്, വബഅസ ദായിയൻ, ഒരാളെ ആ വീട്ടിലേക്ക്, ആ സദ്യയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഒരു ദാഴിയെ, ഒരു പ്രബോധകനെ ക്ഷണിക്കാൻ വേണ്ടി ഒരാളെ പറഞ്ഞയച്ചു. ഫമൻ അജാബ ദാഇയ ദഖലൻ നാർ. ഇദ്ദേഹം ഉണ്ടാക്കിയ ഈ വീട്ടിൽ, ആ വീട്ടിലേക്ക് ക്ഷണിക്കാൻ പോയ ആ ക്ഷണിതാവിനെ ആരാണ് അംഗീകരിക്കുകയും അയാൾക്ക് ഉത്തരം ചെയ്യുകയും ചെയ്തത്?
എന്നിട്ട് ഈ വീട്ടിലേക്ക് കടന്നു വന്നത് വാക്കല മിനൽ മഅ്ദുബ, ഈ സദ്യ ഭക്ഷിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ആളുകൾ അവരാണ് അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. വേറെ ചില ആളുകളുണ്ട് ഈ വിളിക്കാൻ ചെന്ന മനുഷ്യനെ തിരസ്കരിച്ച, അദ്ദേഹത്തിന് ഉത്തരം ചെയ്യാത്ത, അതേപോലെ ഈ വീട്ടിൽ വന്ന് അവിടെ ഉണ്ടാക്കി വെച്ച ഈ ഭേദപ്പെട്ട ഭക്ഷണം കഴിക്കാത്ത ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ രണ്ട് വിഭാഗം ജനങ്ങളെ അവിടെ കാണാം. അങ്ങനെയുള്ള സുന്ദരമായ ഒരു വീടുണ്ടാക്കി ആ വീട്ടിൽ ഏറ്റവും സമൃദ്ധമായ സദ്യ ഒരുക്കി അതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഒരാളെ പറഞ്ഞയച്ച് അങ്ങനെയൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അങ്ങനെ ഒരു വീടുണ്ടാക്കിയ ആ ഒരു സംഭവം പോലെയാണ് പ്രവാചകന്റെ ഉദാഹരണം എന്ന് ആര് പറയുന്നു? അള്ളാഹുവിന്റെ മാലാഖമാർ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറയുന്നു എന്നാണ്. എന്നിട്ട് അവർ പറയാ ഫദ്ദാറു അൽ ജന്ന, ആ വീട് എന്ന് പറയുന്നത് അൽ ജന്നത്ത്, അതാണ് സ്വർഗം എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹു ദാറ് എന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, വീട് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് അൽ ജന്നത്ത്, സ്വർഗത്തെ സംബന്ധിച്ചാണ്. വദ്ദാഇ, ആ വീട്ടിലെ വീട് കൂടലിന് ക്ഷണിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിരിക്കുന്നത് ആരെയാണ്? അദ്ദാഇ, ക്ഷണിക്കാൻ ചെന്ന ആ വ്യക്തി എന്ന് പറയുന്നത് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ത്യപ്രവാചകനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. വമൻ അതാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖദ് അതാ അല്ലാഹ്, അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാണ് അനുസരിക്കുന്നത്? അവർ അള്ളാഹുവിനെ അനുസരിച്ചു. കാരണം അള്ളാഹുവിന്റെ ഒരു വീട്ടിലേക്ക് അഥവാ സ്വർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പറഞ്ഞയച്ച ഒരു വ്യക്തിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പൊ ആ പ്രവാചകനെ ആരാണ് അനുസരിച്ചത്? അവർ അള്ളാഹുവിനെയും അനുസരിച്ചിരിക്കുന്നു. വമൻ അസാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖദ് അസല്ലാഹ്, ആരാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിച്ചത്? അവൻ അള്ളാഹുവിനെ ധിക്കരിച്ചതിന് തുല്യമാണ്. അതാണ് ദാറിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ദാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്വർഗത്തെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചല്ലോ. ഇനി അസ്സലാം, അസ്സലാം എന്ന് പറയുന്നത് സമാധാനമാണ്. അസ്സലാം നമുക്കറിയാം അള്ളാഹുവിന്റെ ഒരു പേരാണ്, അള്ളാഹുവിന്റെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ് അസ്സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ എന്നൊക്കെ പറഞ്ഞതിൽ ആദ്യമായി സൂചിപ്പിച്ച അസ്സലാം എന്നുള്ളത് അള്ളാഹുവിന്റെ പേരാണ്. അസ്സലാം ഹുവല്ലാഹു തആല. ഫൽ ജന്നത്തു ദാറുല്ലാഹ് അൽ കഅബത്തു ബൈത്തുല്ലാഹ് എന്ന് പറഞ്ഞതുപോലെ ജന്നത്ത് അള്ളാഹുവിന്റെ വീടാണ്, കഅബ അള്ളാഹുവിന്റെ വീട് എന്ന് പറയുന്നത് പോലെ തന്നെ സ്വർഗം അള്ളാഹുവിന്റെ വീടാണ്. അവിടെ ഉള്ള സമാധാനത്തിനാണ് ആ ദാറുസ്സലാം, അവിടെയുള്ള സമാധാനത്തിന്റെ ഭവനത്തിനാണ് ദാറുസ്സലാം എന്ന് പറയുന്നത്. ഈ അസ്സലാം അയല്ലത്തി യുസ്ലമു ഫീഹാ മിനൽ ആഫാത്ത് എന്ന് പറയാം. ചുറ്റപ്പെട്ടത് എന്ന വാക്കിന് അർത്ഥമുണ്ട്. മതിൽ കെട്ടി ചുറ്റിയുണ്ടാക്കിയ ഒരു സംഗതിക്കാണ് ദാറിൻ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ദവാർ എന്ന് പറയാറുള്ളത് റൗണ്ട് അബൌട്ടിനാണ്, ചുറ്റും ഉള്ള റോഡ് അങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തിനാണല്ലോ നമ്മൾ അങ്ങനെ പറയാറുള്ളത്. ഇതേപോലെ ചുറ്റുഭാഗങ്ങളിൽ മതിലുകൾ കെട്ടി അതിനുള്ളിലുള്ളത് സുരക്ഷിതമാക്കി വെച്ച ഒരവസ്ഥക്കും ദാറ് എന്ന് പറയാം. ആ നിലക്ക് അവിടെ സമാധാനം, ആ വീട്ടിന്റെ ഉള്ളിൽ സമാധാനമാണുള്ളത്. അതേപോലെ അന്നഹു തആല യുസല്ലിമു അലാ അഹ്ലിഹാ, ഈ സ്വർഗത്തിൽ പ്രവേശിച്ച ആളുകൾക്ക് അല്ലാഹു സലാം പറയുന്നു. അപ്പൊ ആ നിലക്കും അത് ദാറുസ്സലാമാണ്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സ്വർഗത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് സൂറത്തു യാസീനിൽ നമ്മൾ പഠിച്ചതാണല്ലോ. അവിടെ റഹ്മാനായ റഹീമായ അള്ളാഹുവിൽ നിന്ന്, രക്ഷിതാവിൽ നിന്ന് എന്നും സമാധാനത്തിന്റെ സലാം, അസ്സലാമു അലൈക്കും എന്ന വാക്കാണ് അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ സ്വർഗത്തിന്റെ ദാറുസ്സലാം എന്ന് പറഞ്ഞാൽ അള്ളാഹു വിശ്വാസികൾക്ക് നിരന്തരമായി സമാധാനത്തിന്റെ വചനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീട് എന്ന് വേണമെങ്കിൽ അതിനെ സംബന്ധിച്ച് പറയാം. അതേപോലെ അൽ മലായികത്തു യുസല്ലിമൂൻ, ആ സ്വർഗത്തിൽ വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും
ആ സ്വർഗത്തിൽ അള്ളാഹുവിന്റെ മാലാക്കമാർ എല്ലാ വാതിലുകളിലൂടെയും പ്രവേശിച്ചുകൊണ്ട് വിശ്വാസികളോട് സലാമുൻ അലൈക്കും ബിമാ സബർത്തും, നിങ്ങൾ ഈ ലോകത്ത് ഇഹലോകത്ത് വെച്ച് ഒരുപാട് കാര്യങ്ങളിൽ ക്ഷമിച്ച് ജീവിക്കുകയായിരുന്നല്ലോ, പലതും സഹിച്ചും ക്ഷമിച്ചുമാണല്ലോ നിങ്ങൾ അവിടെ ജീവിച്ചിരുന്നത്. ആ ക്ഷമയുടെയും സഹനത്തിന്റെയും ഒക്കെ പ്രതിഫലമായി നിങ്ങൾക്ക് ഇവിടെ സമാധാനമുണ്ട് എന്ന് അള്ളാഹുവിന്റെ മലാക്കമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന്. അതേപോലെ സ്വർഗക്കാർ തമ്മിൽ തഹിയ്യത്തുഹും ഫിഹാ സലാം, അവർ പരസ്പരം അഭിവാദ്യം ചെയ്യുന്നത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വർഗത്തിൽ സ്വർഗക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ നിലക്കും ദാറുസ്സലാമാണ്, സമാധാനത്തിന്റെ സലാമിന്റെ വീടാണ്. അപ്പൊ ആ നിലക്കൊക്കെ അള്ളാഹുവിന്റെ പേര് അസ്സലാം എന്നാണ്. അപ്പോ അസ്സലാമിന്റെ വീട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വീട്, അൽ ജന്നത്തു ദാറുള്ള, അള്ളാഹുവിന്റെ വീട് എന്ന് സ്വർഗത്തിന് പറയുന്നത് പോലെ, കഅബക്ക് അള്ളാഹുവിന്റെ വീട് എന്ന് പറയുന്നത് പോലെ, അസ്സലാമിന്റെ വീട് എന്ന് പറയുന്നത് സമാധാനം, അസ്സലാം എന്ന പേരുള്ള അള്ളാഹുവിന്റെ വീട് എന്നിങ്ങനെ പറയാം. അങ്ങനെ പല നിലക്കും ഇതിനെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. മാത്രല്ല അങ്ങനെ ഒരുപാട് വലതുപക്ഷത്തിന്റെ ആളുകളാകുമ്പോ അവർ പരസ്പരം പറയുന്നത് സന്തോഷത്തോടുകൂടി അവർ പരസ്പരം കൈമാറുന്ന ആശംസ വാചകങ്ങൾ എന്ന് പറയുന്നതും നിങ്ങൾക്ക് എല്ലാ നിലക്കും സമാധാനം ഉണ്ടാകട്ടെ, ആ നിലക്കൊക്കെ ഈ സമാധാനത്തിന്റെ വീട് എന്ന് നമുക്ക് ഇതിനെ പരിചയപ്പെടുത്താൻ സാധിക്കുമെന്നാണ് സൂചിപ്പിച്ചത്. ആയത്തിന്റെ അവസാന ഭാഗം വഹുവ വലിയ്യുഹും ബിമാ കാനൂ യഅമലൂൻ, അല്ലാഹു അവരുടെ രക്ഷാധികാരിയാണ് അവർ പ്രവർത്തിച്ചിരുന്നതിന്റെ ഫലമായി കൊണ്ട്. അവർ ഒരുപാട് നന്മകൾ ചെയ്തു, ആ നന്മകൾ ചെയ്തതിന്റെ ഫലമായിട്ടാണ് അള്ളാഹു അവരുടെ രക്ഷാകർതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത്. വഹുവ വലിയ്യുഹും ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന്റെ കാരണത്താൽ അള്ളാഹു അവരുടെ രക്ഷാകർതൃത്വം ഏറ്റെടുത്തിരിക്കുക. അവിടെ ആരാണ് രക്ഷിതാവ് എന്ന് ചോദിച്ചാൽ, ആരാണ് സ്വർഗക്കാരുടെ രക്ഷിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അവർക്ക് ഒരേ മറുപടിയാണ് എല്ലാവർക്കും പറയാനുള്ളത്, അള്ളാഹു ആണ് വലിയ എന്നാണ് അവർക്ക് പറയാനുള്ളത്. ഈ ഒരു കാര്യം വലിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അടുത്തത് എന്നാണ്, കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് യദുല്ലു അലാ ഖുർബിഹിം മിനല്ലാഹി തആല, അള്ളാഹുവിനോട് അവർ ഏറെ അടുത്ത ആളുകളാകുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. യദുല്ലു അലാ ഖുർബില്ലാഹി മിൻഹും, അതേപോലെ അള്ളാഹു അവരോട് അടുത്തവരാണ്, അവർ അള്ളാഹുവിനോടും അടുത്തവരാണ് എന്നുള്ള കാര്യമാണ് വലിയുഹും എന്ന വാക്കിലൂടെ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായല്ലോ, അള്ളാഹു അവരോട് അടുത്തവരാണ്, അവർ അള്ളാഹുവിനോടും ഏറെ അടുത്ത നിലയിലാണുള്ളത്. ആ നിലക്കുള്ള പ്രത്യേകതകളാണ് സ്വർഗത്തിൽ ഈ വിശ്വാസികൾക്ക് ലഭിക്കാനുള്ളത്. ഈ തുടർച്ച ലോകത്തിലെ വിശ്വാസികൾക്കുള്ളതാണ്. ഏത് തുടർച്ച? അവരെ സംബന്ധിച്ചിടത്തോളമുള്ള സമാധാനം ഈ ലോകത്ത് അള്ളാഹു നൽകുന്ന സമാധാനവും സന്തോഷവും പോലെ തന്നെ പരലോകത്ത് അള്ളാഹുവിന്റെ എല്ലാ നിലക്കുമുള്ള ഔദാര്യങ്ങളും സന്തോഷങ്ങളും സമാധാനവും ഒക്കെ നിറഞ്ഞ തരത്തിലുള്ള ഒരു ജീവിതമാണ് സ്വർഗലോകത്ത് അവർക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്നത് എന്നാണ്. നാം ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങളുടെ ഫലമായി നമുക്ക് നല്ല പ്രതിഫലം നൽകിക്കൊണ്ട് മരണാനന്തര ജീവിതത്തിൽ അവൻ നമ്മുടെ രക്ഷാധികാരിയായി മാറിയിരിക്കുകയാണ്. ബിമാ കാനൂ യഅമലൂൻ വഇന്നമാ ദക്കറ ദാലിക ലിഅല്ലാ യൻഖതിയൽ മർഉ അനിൽ അമൽ ഫഇന്നൽ അമല ലാ ബുദ്ദ മിൻഹു. ബിമാ കാനൂ യഅമലൂൻ എന്ന് പറഞ്ഞത് അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന്റെ ഫലം എന്നാണ്. പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന്റെ അതെന്താ സൂചിപ്പിക്കുന്നത്? അള്ളാഹുവിനോട് അടുക്കാൻ സാധിക്കുന്ന വലിയുകൾ അവർ ഏതെങ്കിലും ഒരവസരത്തിൽ പ്രവർത്തനങ്ങൾ നിർത്തിപ്പോകുന്നവരല്ല, മറിച്ച് അവർക്ക് യഖീനെത്തുന്നത് വരെ, മരണമെത്തുന്നത് വരെ നിരന്തരമായി അള്ളാഹുവിന് അമല് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആളുകളാണ്. ബിമാ കാനൂ യഅമലൂൻ, മരണം വരേക്കും നിരന്തരമായി നിർത്താതെ അമലുകൾ ചെയ്തുകൊണ്ടിരുന്നതിന്റെ അമലുകൾ നിരന്തരമായി
ചെയ്തുകൊണ്ടിരുന്നതിന്റെ ഫലമായിട്ടാണ് ഈ ദാറുസ്സലാം ലഭിക്കുന്നത് എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം എന്നാണ് തോന്നുന്നത്. അടുത്ത ആയത്ത് കുറച്ച് വലിയതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പരിശോധിക്കാം. നമ്മൾ സൂചിപ്പിച്ച കാര്യങ്ങൾ വളരെ കൃത്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളുള്ളത് സിറാത്തുൽ മുസ്തഖീമിലാണ് എന്ന് നമ്മൾ ഉറപ്പിക്കണം. ഏറ്റവും ചൊവ്വായ നേരായ പാത, ആ പാത നമുക്ക് വെട്ടിത്തെളിയിച്ച് തന്നത് അള്ളാഹുവാണ്, അള്ളാഹുവിന്റെ പ്രവാചകനാണ് അത് നമുക്ക് കാണിച്ചു തന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വര വരച്ചു, എന്നിട്ട് പറഞ്ഞു ഇതാണ് സിറാത്തുൽ മുസ്തഖീം. ആ വരയുടെ രണ്ട് ഭാഗത്തേക്ക് കുറെ ചെറിയ വരകൾ വരച്ചു, എന്നിട്ട് പറഞ്ഞു അതൊക്കെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിപ്പോകുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള അവസരങ്ങൾ ഒരുപാടുണ്ടാകും. പക്ഷേ കൃത്യമായി നിങ്ങൾ ശ്രദ്ധാപൂർവം ഈ സിറാത്തുൽ മുസ്തഖീമിൽ തന്നെ നിലനിൽക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ സിറാത്തുൽ മുസ്തഖീമിലൂടെ ചെന്നാൽ നമുക്ക് എത്തിപ്പെടാനുള്ളത് അള്ളാഹു നമുക്ക് ഏറ്റവും അനുഗ്രഹീതമായി ഒരുക്കിയിട്ടുള്ള സമാധാനത്തിന്റെ ഭവനം എന്ന് പറയുന്ന ആ ഭവനമാണ്. ആ ഭവനത്തിൽ എത്തിച്ചേർന്നാൽ ഒന്നും തന്നെ ഭയപ്പെടേണ്ടതില്ല. അള്ളാഹുവിന്റെ സാമീപ്യം നേടാം. അള്ളാഹു ആണ് അവിടെ വലിയായി വരുന്നത് എന്നിങ്ങനെയുള്ള വിഷയങ്ങളാണ് അള്ളാഹു ഇവിടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ആ നിലക്ക് കാര്യങ്ങൾ കൃത്യമായി അറിയാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനും റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.